ഹലോ ഓൾ, വെൽക്കം ടു കേരള സ്റ്റോക്ക് മാർക്കറ്റ്. അപ്പോൾ ഇന്നത്തെ പ്രീ മാർക്കറ്റ് സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്നലെ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി ഒരു നെഗറ്റീവ് ക്ലോസിംഗിലാണ് തന്നത്. സോ ആ ഒരു മൊമെൻറ്റ് കണ്ടിന്യൂ ചെയ്യുമ്പോൾ നെഗറ്റീവ് ക്ലോസിംഗ് ആയിരിക്കുമോ ഇന്നെന്നുള്ള കാര്യമെല്ലാം നമുക്കൊന്ന് വിലയിരുത്താം. ആദ്യം ഗ്ലോബൽ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ US മാർക്കറ്റ്സും ആൻഡ് S&P 500 നാസ്ഡാക്ക് നോക്കുകയാണെങ്കിലും ന്യൂട്രൽ ടു നെഗറ്റീവ് രീതിയിലാണ് ട്രേഡ് ചെയ്യുന്നത്. സോ നമ്മൾ കെയർഫുൾ ആയിട്ടിരിക്കണമെന്ന് US മാർക്കറ്റ്സ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അല്ലേ. ആൻഡ് യൂറോപ്യൻ മാർക്കറ്റ്സ് നോക്കുവാണെങ്കിൽ തന്നെ ടോട്ടലി ഒരു ബ്ലഡ് ബാത്ത് നമുക്കിവിടെ കാണാം. ആൻഡ് ഗിഫ്റ്റ് നിഫ്റ്റി നോക്കുവാണെങ്കിൽ 93 പോയിന്റ്സ് ഡൗൺ ആണ്. സോ ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാന്നുള്ളതാണ് സത്യാവസ്ഥ. ഇപ്പോൾ ജാപ്പനീസ് മാർക്കറ്റും നല്ല രീതിയിൽ ഡൗൺ സൈഡ് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ എന്തുകൊണ്ടും നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിൽ കോഷ്യസ് ആയിട്ടിരിക്കേണ്ട സമയമാണ് നമുക്കറിയാം. ആൻഡ് നിങ്ങളിവിടെ നോക്കിയാൽ ബ്രന്റ് ക്രൂഡ്, ഗോൾഡ് ആൻഡ് ക്രൂഡ് ഓയിൽ എന്ന് പറയുന്നത് പോസിറ്റീവ്ലി ട്രേഡ് ചെയ്യുകയാണ്. സോ സ്റ്റോക്ക് മാർക്കറ്റ് ഇടിയുമ്പോഴത്തേക്കും ഒബ്വിയസ്ലി ഗോൾഡിലേക്ക് ആ ഒരു ഫണ്ട് പോകുന്നുണ്ടെന്നുള്ള കാര്യം ബേസിക്കായിട്ട് നമ്മൾ പലരും ശ്രദ്ധിച്ച് കാണും അല്ലേ. അപ്പോൾ നമുക്ക് നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റിയിലെ ഒരു ചാർട്ടും കൂടെ നമുക്ക് നോക്കാം. നിഫ്റ്റിയിലേക്ക് നമുക്ക് പോകുമ്പോൾ നമുക്ക് എന്താ മനസ്സിലാവുന്നത്, നിഫ്റ്റി മോസ്റ്റ്ലി എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 6% അപ്സൈഡ് തന്ന ശേഷം മാർക്കറ്റ് വീണ്ടും ഒരു ഡൗൺ സൈഡ് ട്രെൻഡിലേക്ക് പോവുകയാണ്. അതിൻ്റെ ഒരു റീടെസ്റ്റ് ആവാനുള്ള പോസിബിലിറ്റിയും ഉണ്ട്. സോ നമുക്കത് അറിയാൻ കഴിയില്ല മാർക്കറ്റ് എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നതെന്ന്. സോ ഇന്നലെ നോക്കുകയാണെങ്കിൽ തന്നെ നല്ല പ്രോപ്പർലിയുള്ള ഒരു സെല്ലിംഗ് നടന്നു. നിഫ്റ്റിയിൽ ഉണ്ടായതിനെക്കാട്ടി ഒരു സെല്ലിംഗ് പ്രഷർ മാർക്കറ്റിലെ പല സ്റ്റോക്സിലും നമ്മൾ അനുഭവപ്പെട്ടിട്ടുണ്ട്. ട്രേഡ്സ് ഹോൾഡ് ചെയ്യുന്ന ആളുകൾക്ക് അറിയാം മാർക്കറ്റിൽ നിഫ്റ്റി ബ്രേക്ക് ചെയ്യുന്നതിനെക്കാട്ടി സ്പീഡിലാണ് നമ്മുടെ സ്റ്റോക്സ് ബ്രേക്ക് ഡൗൺ ചെയ്തത്. സോ നമ്മൾ അങ്ങനത്തെ ഒരു കോഷ്യസ് ആയിട്ട് ഇരിക്കേണ്ട ഒരു ടൈം തന്നെയാണ് നിലവിലുള്ളത്. സോ നിങ്ങളൊക്കെ സ്വിംഗ് ട്രേഡ് ഹോൾഡ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ മാക്സിമം സ്റ്റോപ്പ് ലോസ് കീപ്പ് ചെയ്യുക. ആൻഡ് നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് അടിച്ചാൽ അത് റെസ്പെക്ട് ചെയ്യുക. സോ നിഫ്റ്റി 25,400 എന്നുള്ള ഈ സോൺ ഹോൾഡ് ചെയ്തില്ലെങ്കിൽ ബേസിക്കലി ഈ ഒരു ലിക്വിഡിറ്റി ഏരിയയിലേക്ക് മാർക്കറ്റ് പോകാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. 25,000 എന്നുള്ള ക്രൂഷ്യൽ ഏരിയയിലേക്ക് മാർക്കറ്റ് ഡൗൺ സൈഡ് വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. സോ വലിയ ഫണ്ട് ഹോൾഡ് ചെയ്യുന്ന ആളുകൾക്കാണെങ്കിൽ ഇങ്ങനത്തെ ഒരു ചെറിയൊരു ബ്രേക്ക് ഡൗൺ വന്നാൽ പ്രശ്നമൊന്നുമില്ല. ബട്ട് നമ്മളെപ്പോലത്തെ ആസ് എ റീറ്റെയിലർ നമ്മൾ ശ്രദ്ധിക്കണം, നമ്മൾ ഹോൾഡ് ചെയ്യുന്ന പൊസിഷൻസ് വളരെ നെഗറ്റീവിലേക്ക് പോകാൻ ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്താൽ മാത്രം മതി. നമ്മളെപ്പോലെ റീറ്റെയിലേഴ്സിൻ്റെ പൊസിഷൻസ് നെഗറ്റീവിലേക്ക് പോകും. സോ നമ്മൾ ആസ് എ സ്വിംഗ് ട്രേഡർ നമുക്കൊരു ലോസ് അപ്പറ്റൈറ്റ് ഉണ്ട്. അപ്പോൾ ആ ലോസ് അപ്പറ്റൈറ്റ് റെസ്പെക്ട് ചെയ്യുക. ഏതെങ്കിലും പൊസിഷൻസ് എന്താ പറയുക നെഗറ്റീവിലായെങ്കിൽ അത് കെയർഫുള്ളായി വാച്ച് ചെയ്യുക. നമ്മൾ വച്ചേക്കുന്ന സ്റ്റോപ്പ് ലോസ് അടിക്കുകയാണെങ്കിൽ അത് റെസ്പെക്ട് ചെയ്ത് താഴോട്ട് വരുവാണെങ്കിൽ മാർക്കറ്റിൽ ആ ഒരു ലോസ് ബുക്ക് ചെയ്യുക. ആസ് എ സ്വിംഗ് ട്രേഡർ നമ്മൾ ഫസ്റ്റ് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് നമ്മുടെ റിസ്കിനെ, നമ്മുടെ റിവാർഡിനെ റെസ്പെക്ട് ചെയ്യുക എന്നുള്ളതാണ്. സോ ആദ്യം നമ്മൾ എന്താ പറയുക, നമ്മുടെ പ്രയോറിറ്റി എന്തെന്ന് പറയാൻ നമ്മുടെ പൊസിഷൻസ്, നമ്മുടെ ക്യാപിറ്റലും സംരക്ഷിക്കുക എന്നുള്ളതാണ്. സോ ഇപ്പോഴത്തെ നെഗറ്റീവ് മാർക്കറ്റ് ആയതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തേണ്ടതായ ആവശ്യകതയുള്ളത്. എന്തായാലും നിങ്ങൾ മീഡിയം ടേം ട്രേഡിങ്ങിലോട്ട് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ മൊമെൻറ്റം ക്യാച്ച് ചെയ്യാൻ ശ്രമിക്കാതിരിക്കുക. കാര്യം നിങ്ങൾ പലരും ചെയ്യുന്നൊരു കാര്യമുണ്ട്, ബ്രേക്ക് ഔട്ട് ട്രേഡ്സ് ചെയ്യുക അല്ലേ. സോ നിങ്ങൾ ഇങ്ങനെ ഒരു സോൺ ബ്രേക്ക് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾ ട്രേഡ് എടുക്കാൻ ശ്രമിക്കും. ബട്ട് ട്രേഡ് എടുക്കുമ്പോൾ പക്ഷേ ഇങ്ങനത്തെ മാർക്കറ്റിലെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ ഒരു ബ്രേക്ക് ഔട്ട് ട്രേഡ് എടുക്കുമ്പോൾ മാർക്കറ്റ് കുറച്ച് നേരം അപ്സൈഡ് നിന്ന ശേഷം നിങ്ങളെ എന്താ പറയുക ആ ഒരു ബ്രേക്ക് ഔട്ടിൽ ട്രാപ്പ് ചെയ്ത് താഴോട്ട് വരും. സോ ബ്രേക്ക് ഔട്ടുകൾ സസ്റ്റെയിൻ ചെയ്യാനുള്ള പോസിബിലിറ്റി കുറവാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ മാർക്കറ്റുകൾ ബ്രേക്ക് ഔട്ട് ട്രേഡുകൾ എടുക്കാതിരിക്കുക. നിങ്ങൾ ട്രേഡുകൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ മീഡിയം ടേം ട്രേഡുകൾ പ്ലാൻ ചെയ്യുക, നല്ല റേറ്റസ്റ്റ് ട്രേഡുകൾ പ്ലാൻ ചെയ്യുക. ആൻഡ് ഡൗൺ സൈഡ് വരുമ്പോഴത്തേക്കും ആഡ് ചെയ്ത് കുറച്ച് 10-20-30% മൂവ്മെൻറ്റ് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന സ്റ്റോക്കുകളിൽ മാത്രം ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. അല്ലാത്ത പക്ഷം നിങ്ങൾ ഇതുപോലെ ട്രേഡുകൾ എടുക്കാതിരിക്കുക. ഓക്കെ, അതാണ് എനിക്ക് പറയാനുള്ളത്. സോ ബാങ്ക് നിഫ്റ്റിയുടെ ലെവൽസ് കൂടെ നമുക്ക് നോക്കിയിട്ട് പോകാം. ബാങ്ക് നിഫ്റ്റി ആണെങ്കിൽ പോലും നിങ്ങളിവിടെ കണ്ടാൽ അറിയാം ഒരു സെല്ലിംഗ് പ്രഷർ മാർക്കറ്റിൽ ഒരു ഒബ്വിയസ്ലി വിസിബിൾ ആണ് അല്ലേ. ഇന്നലെ മെനഞ്ഞാന്നുമായിട്ടൊക്കെ ഒരു സെല്ലിംഗ് പ്രഷർ വിസിബിൾ ആണ്. സോ മാർക്കറ്റിന് അതായത് മാർക്കറ്റ് എല്ലാം റീടെസ്റ്റ് ഏരിയയിലാണ്. മാർക്കറ്റിന് റീബൗണ്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഏരിയയിൽ നിന്ന് റീബൗണ്ട് ചെയ്യണം. അല്ലാത്ത പക്ഷം മാർക്കറ്റ് ഡൗൺ സൈഡ് വരാനുള്ള പോസിബിലിറ്റി നിലവിലുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ സ്റ്റോക്സ് ഏതൊക്കെയാണ് ഫോക്കസുള്ള സ്റ്റോക്സ് എന്നൊന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾ നോക്കിയേ, മാർക്കറ്റിൽ ഒരുപാട് സ്റ്റോക്സിന് റിസൾട്ട് വന്നു. ബട്ട് ആ സ്റ്റോക്സിനൊന്നും പെർഫോം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് പോസിബിലിറ്റിയാണ്. ഇന്നലെ ഇന്നുമായിട്ടൊക്കെ ഒരുപാട് സ്റ്റോക്സ് റിസൾട്ട് വന്നിട്ടും അപ്പോൾ ഇന്നും റിസൾട്ട് വരുന്ന സ്റ്റോക്സുകളുണ്ട്. ട്രേഡ് ഹോൾഡ് ചെയ്യുന്നവർ എല്ലാം കെയർഫുൾ ആയിട്ട് മാത്രം ട്രേഡ് ചെയ്യുക. കാര്യം മോശമായി കഴിഞ്ഞാൽ അത് വലിയ രീതിയിലുള്ള സെല്ലിംഗ് പ്രഷർ മാർക്കറ്റിൽ ഉണ്ടാക്കുക എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ബജാജ് ഓട്ടോം, ഹിന്ദാൽകോ, നാഷണൽ അലുമിനിയം കമ്പനി, നൈക്ക, ഏജിസ് ലോജിസ്റ്റിക്സ്, ആസ്ട്രാസെനിക്ക ഫാർമ, ഡിവിസ് ലാബ്, JSW സിമെന്റ്, കല്യാൺ ജുവലേഴ്സ്, പെട്രോനെറ്റ്, പവർ ഫിനാൻസ് കോർപ്പറേഷൻ, സിഗ്നേച്ചർ ഗ്ലോബൽ, ടൊറന്റ് ഫാർമസ്യൂട്ടിക്കൽസ്, ട്രെൻഡ്, യൂണോമിൻഡ്യ, വിയടെക്, വാബാക് ഇതെല്ലാം ഇന്ന് റിസൾട്ട് വരികയാണ്. സോ ഇങ്ങനത്തെ അവസ്ഥകളിൽ റിസൾട്ട് വരുന്ന സ്റ്റോക്കുകൾ കുറച്ച് ഫോക്കസ് ചെയ്യുക. നിങ്ങൾ ഈ ട്രേഡുകൾ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ വളരെ കെയർഫുള്ളായിട്ട് സ്റ്റോപ്പ് ലോസ് വെച്ച് ഹോൾഡ് ചെയ്യുക. കാര്യം മാർക്കറ്റും കൂടെ മോശമായതുകൊണ്ട് എന്താ പറയുക ചെറിയ കാര്യങ്ങൾ വരെ മാർക്കറ്റിൽ വലിയ രീതിയിലുള്ള പാനിക് ഉണ്ടാക്കും. സോ വളരെ കെയർഫുള്ളായിട്ട് ട്രേഡുകൾ ഹോൾഡ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ,
അപ്പോൾ റിസൾട്ട് നാളെയും വരുന്നുണ്ട്. ഗുജറാത്ത് അംബുജ, ഗ്രീൻ ലാംപ്, കർണാടക ബാങ്ക് ഒക്കെ നാളെ റിസൾട്ട് വരുന്നുണ്ട്. സോ ഈ സ്റ്റോക്കുകളിലെല്ലാം ഒരു കോൺസെൻട്രേറ്റ് ചെയ്ത് നിലവിൽ മുൻപോട്ട് പോകാൻ ശ്രമിക്കാം. ആൻഡ് അപ്പോളോ ഹോസ്പിറ്റൽസ് ആൻഡ് ലൂപ്പിനൊക്കെ ഹോൾഡ് ചെയ്യുന്നവർ കുറച്ച് പോസിറ്റീവായിട്ടൊക്കെ ഹോൾഡ് ചെയ്യാൻ ശ്രമിക്കുക. ആൻഡ് അപ്പോളോ കാര്യം റിസൾട്ട് അത്യാവശ്യം നല്ല രീതിയിലാണ് ഈ ഇങ്ങനത്തെ ക്വാർട്ടർലി ഏർണിങ്സ് ഇന്നലെ വന്ന സ്റ്റോക്കുകളിൽ ഉണ്ടായിരുന്നത്. ആൻഡ് ABB ഇന്ത്യയിലാണെങ്കിൽ റിസൾട്ട് വന്നപ്പോഴത്തേക്കും പ്രോഫിറ്റ് ആൻഡ് റവന്യൂവിലും ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. പ്രോഫിറ്റ് ആണെങ്കിൽ 7.2% ഡൗൺ സൈഡ് വന്നു. റവന്യൂ ഗ്രോത്ത് ആണെങ്കിൽ അപ്സൈഡ് ഉണ്ടായി ABB ഇന്ത്യയിൽ. NHPCക്ക് ആണെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് റവന്യൂ ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്. മാൻകൈൻഡ് ഫാർമയ്ക്ക് പ്രോഫിറ്റിൽ ഒരു ഡിക്ലൈൻ വന്നിട്ടുണ്ട്, ബട്ട് റവന്യൂ ജമ്പ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഒരു കാര്യമുണ്ട്. ഗ്ലാസ് ഹൗസ് സ്മിത്ത് കെ ലൈൻ എന്ന കമ്പനിക്കാണെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് റവന്യൂ ഡ്രോപ്പ് ഉണ്ടായിട്ടുണ്ട്. ക്രോംപ്ടൺ ഗ്രീവ്സിൽ പ്രോഫിറ്റ് സിങ്ക് ചെയ്തു എന്നുള്ളതാണ്. 124 കോടിയിൽ നിന്നും 71 കോടിയിലേക്ക് കുറഞ്ഞു എന്നുള്ളതാണ് ക്രോംപ്ടൺ ഗ്രീവ്സിലെ ന്യൂസ്. ബജാജ് ഹൗസിംഗിന്റെ റിസൾട്ട് ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് റവന്യൂ ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്. ബജാജ് ഹൗസിംഗ് ഫിനാൻസ് ഒരുപാട് റീറ്റെയിലേഴ്സ് ഹോൾഡ് ചെയ്യുന്ന ഒരു സ്റ്റോക്കാണ് ബജാജ് ഹൗസിംഗ് ഫിനാൻസ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല. നമുക്ക് പല ആളുകളും ബജാജ് ഹൗസിംഗ് ഫിനാൻസ് ഹോൾഡ് ചെയ്യുന്നെന്ന് പറഞ്ഞിട്ടുണ്ട്. അവർ പണ്ട് കുറച്ച് കാലം മുന്നെയൊക്കെ വാങ്ങിച്ച് ലോസിലാണെങ്കിലും ഹോൾഡ് ചെയ്യുന്ന സ്റ്റോക്കുകളാണ് ബജാജ് ഹൗസിംഗ് ഫിനാൻസ്. സോ കമ്പനീസ് ഇന്ത്യയുടെ റിസൾട്ട് വന്നിട്ടുണ്ട്. അതിന് പ്രോഫിറ്റ് ആൻഡ് റവന്യൂവിൽ ജമ്പ് ഉണ്ടായിട്ടെന്നുള്ളത് പോസിറ്റീവായിട്ടുള്ള കാര്യം. ആൻഡ് ആംബർ എന്റർപ്രൈസസിൽ ലോസും റവന്യൂ ഉണ്ടായിട്ടുണ്ട്. റവന്യൂവിൽ ഡിക്ലൈൻ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ലോസ് അറ്റ് 32.9 crores നിൽക്കുന്നത്. ജീനസ് പവറിലാണെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് റവന്യൂ സ്പൈക്ക് ഉണ്ടായിട്ടുണ്ട്. ആസ്റ്റർ DM ഹെൽത്ത് കെയറിൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ട്. ആൻഡ് പ്രോഫിറ്റ് ഗ്രോത്തും ഉണ്ടായിട്ടുണ്ട്, റവന്യൂവിനും ഇൻക്രീസ് ഉണ്ടായിട്ടുണ്ട്. ആസ്റ്റർ DM ഹെൽത്ത് കെയർ. ഓക്കെ. പിന്നെ അമരരാജ ബാറ്ററി എന്നുള്ള കമ്പനി വളരെ ഇമ്പോർട്ടൻറ്റ് ന്യൂസാണ്. പ്രോഫിറ്റിനും ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്, റവന്യൂവിനും ഇൻക്രീസ് ഉണ്ടായിട്ടുണ്ട്. ബിർള സോഫ്റ്റ് IT കമ്പനിയാണ്. പ്രോഫിറ്റും അതിൻ്റെ റവന്യൂവിൽ ഡിക്ലൈൻ ആണ് ഉണ്ടായിരിക്കുന്നത്. ഓക്കെ. ആരതി ഇൻഡസ്ട്രീസ് പ്രോഫിറ്റ് ആൻഡ് റവന്യൂവിൽ ഗ്രോത്ത് ഉണ്ടായിട്ടുള്ള ഒരു ന്യൂസ് ഉണ്ട്. സോ ആരതി ഇൻഡസ്ട്രീസിന് പോസിറ്റീവാണ്. ഇന്നലത്തെ ഒരു ആരതി ഇൻഡസ്ട്രീസ് ഞാൻ വാച്ച് ചെയ്യുന്ന ഒരു സ്റ്റോക്കായിരുന്നു. അപ്പോൾ ആരതി ഇൻഡസ്ട്രീസിന് ഇന്നലത്തെ പ്രൈസ് ആക്ഷൻ നമുക്ക് കാണിച്ചു തരാം. ഇന്നലെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം ആരതി ഇൻഡസ്ട്രീസ് ചെയ്ത രീതി ഇന്നലെ വാച്ച് ചെയ്തുകൊണ്ടിരുന്നതാണ്. സോ മാർക്കറ്റ് എല്ലാം ഡൗൺ സൈഡ് പൊയ്ക്കൊണ്ട് നിൽക്കുമായിരുന്നു. ബട്ട് ആരതി ഇൻഡസ്ട്രീസ് കുറച്ചധികം നല്ല രീതിയിൽ പെർഫോം ചെയ്തു. ഒരു ഡിമാൻഡ് സോണിൽ വർക്ക് ചെയ്യുന്ന ഒരു ട്രേഡാണ് കേട്ടോ ആരതി ഇൻഡസ്ട്രീസ്. ഈ ഒരു ഏരിയയിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യാനായിട്ടുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ബട്ട് 395 to 400 എന്നുള്ളത് ആരതി ഇൻഡസ്ട്രീസിൻ്റെ ഒരു സെല്ലിംഗ് പ്രഷർ നേടുന്ന സോണാണ്. 400 എന്ന് പറയുന്ന റെസിസ്റ്റൻസ് ആണ്, ഒരു ക്രൂഷ്യൽ സോണാണ് ആരതി ഇൻഡസ്ട്രീസിൻ്റെ. അപ്പോൾ കീപ് വാച്ചിങ് ഇറ്റ്. മാർക്കറ്റൊക്കെ നല്ല രീതിയിൽ പെർഫോം ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ബേസിൽ നിന്ന് ബ്രേക്ക് ഔട്ട് നമുക്ക് പ്രതീക്ഷിക്കാം ആരതി ഇൻഡസ്ട്രീസ്. ഓക്കെ. അപ്പോൾ ഇത്രയും നല്ല സ്റ്റോക്കുകളൊക്കെ ഇന്ന് ന്യൂസിലുണ്ട്. പിന്നെ എയർടെലിൻ്റെ ഒരു ന്യൂസ് നിലവിലുണ്ട്. എല്ലാവരും ഒന്ന് കെയർഫുൾ ആയിട്ടിരിക്കുക. ഒരു ബ്ലോക്ക് ഡീൽ നടക്കാൻ സാധ്യതയുണ്ട്. സൈൻടെൽ എന്ന് പറഞ്ഞ കമ്പനി 0.8% സ്റ്റേക്ക് ഭാരതി എയർടെൽ സെൽ ചെയ്യാനായിട്ടുള്ള ഒരു പോസിബിലിറ്റി നിലവിൽ ഉണ്ട്. അതൊരു ന്യൂസായിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ട്. സോ എയർടെലിൽ അങ്ങനത്തെ ഒരു ന്യൂസ് ഉണ്ട്. പിന്നെ റെയിൽ വികാസ് നിഗം എന്ന് പറയുന്ന കമ്പനിയിൽ ഒരു കമ്പനി ഹാസ് എമർജ് ആസ് എ ലോവസ്റ്റ് ബിഡ്. ഒരു കോൺട്രാക്ട് 272 കോടിയുടെ സെൻട്രൽ റെയിൽവേയുടെ ഒരു കോൺട്രാക്ട് മോസ്റ്റ്ലി റെയിൽ വികാസ് നിഗത്തിന് കിട്ടും. കാര്യം അവരാണ് ലോവസ്റ്റ് ബിഡറായിട്ട് ടെൻഡർ കൊടുത്തിരിക്കുന്നത്. ഓക്കെ. സോ കുറച്ചധികം ന്യൂസുകൾ കുറവാണ്. ബട്ട് ടോട്ടലി മാർക്കറ്റ് കണ്ടീഷൻ മോശമായതുകൊണ്ട് തന്നെ ഇന്ന് എൻ്റെ വാച്ച് ലിസ്റ്റും വളരെ പരിമിതമാണ്. ഇപ്പോൾ ഞാൻ ട്രേഡുകൾ എടുക്കാൻ പോസിബിലിറ്റി കുറവാണ് ഇന്നത്തെ ദിവസം. മേ ബി നല്ല എടുക്കുന്നുണ്ടെങ്കിൽ പോലും കൺസിഡർ ചെയ്യുന്നത് ക്വാളിറ്റി ട്രേഡ് എടുക്കുക. ആൻഡ് കുറച്ച് മീൻസ് വീക്സ് ടു മന്ത് ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ട്രേഡുകൾ മാത്രമേ ഞാൻ കൺസിഡർ ചെയ്യത്തുള്ളൂ. ഓക്കെ. അപ്പം എല്ലാവരും കെയർഫുൾ ആയിട്ടിരിക്കുക. ഇന്നത്തെ പോസ്റ്റ് മാർക്കറ്റ് സെഷനിൽ കൂടുതൽ കാര്യങ്ങൾ ചർച്ച ചെയ്യാം. ഓക്കെ. താങ്ക് യു.